തേങ്ങാപ്പാൽ വെച്ചിട്ട് നിങ്ങളൊരു കൂന്തൽ കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുണ്ടാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇന്ന് ഒരു 1/2 കിലോ നല്ല കൂന്തൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കൂന്തലാണ്. എപ്പോഴും ഫ്രൈയും റോസ്റ്റും അല്ല ഉണ്ടാക്കാറ്. അതുകൊണ്ട് നമ്മളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൂന്തലെല്ലാം റൗണ്ടാക്കി കട്ട് ചെയ്ത് നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. പിന്നെ ഇതിന് കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഞ്ചിയാണ് ചെറുതായി അരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റണേ. പിന്നെ കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചി നന്നായി വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് പൊടിയായി അരിഞ്ഞ ഉള്ളിയാണ്. നമ്മൾ ചിക്കൻ കുറുമ ബീഫ് കുറുമയെല്ലാം ഉണ്ടാക്കാറില്ലേ, ഏകദേശം അതുപോലെ തന്നെ ഒരു കുറുമയാണ് ഇത്. എന്തായാലും ഇതൊരു വെറൈറ്റിയാണ്. ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാറ്റിനും നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തു. അതും നന്നായി വഴറ്റണേ. ഉള്ളി നന്നായി വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നീളത്തിലരിഞ്ഞ പച്ചമുളകാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെയുള്ള വെറൈറ്റി കറികളെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു കറി മാത്രം മതി. ഇതിൻ്റെ കൂടെ വറവോ പൊരിച്ചതോ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട. അങ്ങനെ ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വരുന്നുണ്ട്. ഇത് ചെമ്മീൻ കൊണ്ടും മുള്ളില്ലാത്ത ഏത് മീൻ വെച്ചിട്ടും ഇതുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ എല്ലാ കറിക്കും ഞാൻ ഗരം മസാല ചേർക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഗരം മസാല ചേർത്ത് കൊടുത്താൽ പിന്നെ മീനിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ കിട്ടൂല. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ ഒരു വലിയ തേങ്ങ ചിരണ്ട് നല്ല പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ വേറെ 2-ാം പാൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നോ, ഈ കൂന്തലിന് കുറച്ച് വേവ് കൂടുതലാണ്. അങ്ങനെ എല്ലാം വഴറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് കൂന്തൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂന്തലും ചേർത്ത് നല്ലവണ്ണം വഴറ്റിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി മാത്രം ചേർത്താൽ മതി. പുളിയോ തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒറ്റൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. അതും നീളത്തിലരിഞ്ഞതാണ്. കറിക്ക് ടേസ്റ്റ് മാത്രം പോരല്ലോ, കാണാനൊരു നല്ല ഭംഗിയും കൂടി വേണ്ടേ. നമ്മളെല്ലാം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് വിളമ്പുന്നത് ശരിയല്ലെങ്കിൽ പോയില്ലേ. അങ്ങനെ തക്കാളി കൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഒന്ന് നന്നായി വെന്ത് വരട്ടെ. എല്ലാം നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നപ്പോൾ മൂടി തുറന്ന് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. മല്ലിയില നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കറിവേപ്പില ചേർത്തത്. എന്നാൽ കുഴപ്പമില്ല, ടേസ്റ്റിനൊരു കുറവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണേ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് 2-ാം പാലാണ്. കൂന്തലായത് കൊണ്ടാണ് ഇങ്ങനെ 2-ാം പാൽ കൂടി ചേർത്ത് വേവിക്കുന്നത്. ചെമ്മീനോ മറ്റുള്ള മീനോ ആണെങ്കിൽ 2-ാം പാൽ ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-ാം പാൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കൂന്തലിന് കുറച്ച് വേവുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ എല്ലാ മസാലയും കൂടി വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും വേണ്ട ഇതിൽ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ രുചി എങ്ങനെയായിരിക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ മഞ്ഞൾപ്പൊടി. അങ്ങനെ എല്ലാം കൂടി വീണ്ടും നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്നുകൂടി നല്ലവണ്ണം വേവിച്ചെടുക്കണേ. ഇത് നിങ്ങൾക്ക് കുറുകിയ ചാറായിട്ടും ഉപയോഗിക്കാം, കുറച്ച് ലൂസായിട്ടും ഉപയോഗിക്കാം. പിന്നെ വേണ്ടവർക്ക് നന്നായി വറ്റിച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് കുറച്ച് ചാറോട് കൂടി വേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വറ്റിച്ചിട്ട് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂന്തൽ നല്ലവണ്ണം വേവണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും അടച്ച് വെച്ച് കുറച്ചുകൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്.
നിങ്ങൾക്ക് കൂന്തൽ കിട്ടുമെങ്കിൽ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം തിളക്കാൻ വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച കൂന്തൽ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇത് പാലപ്പത്തിൻ്റെ കൂടെയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്രേവി വേണമെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ തിളക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. വറ്റിച്ചെടുക്കുന്നതെങ്കിൽ വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂന്തൽ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.